സ്ത്രീകളുടെ ഒരു പെർഫോമൻസിന് സാധ്യതയുള്ള സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ആ ഒരു 80കളിലോ 90കളുടെ സമയത്തോ അല്ലെങ്കിൽ 70കളിലൊക്കെ ഉണ്ടായിരുന്നത് എണ്ണത്തിൽ കുറവ് പോലെ തോന്നാറുണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ ഓർത്ത് വെക്കുന്ന ഒരുപാട് അത് ലീഡായിട്ടുള്ള സ്ത്രീ കഥാപാത്രം കേട്ടോ, അല്ലാത്തതൊക്കെ കുറച്ച് രസങ്ങളൊക്കെ ഇപ്പോഴും ഇടയ്ക്ക് അവിടെ ഉണ്ട്. അപ്പോഴും എനിക്ക് ഫിലോമിനെ മാമിൻ്റെയും മീന എന്ന് പറഞ്ഞിട്ട് പഴയ മേലെപ്പറമ്പിലുള്ള ആ മാമിൻ്റെ അങ്ങനെ കുറേ ഇപ്പം സുബ്ബാനി മാം KP സുൽദ അവർക്കൊക്കെ കിട്ടിയിരുന്ന പെർഫോമൻസ് ചെയ്തങ്ങോട്ട് ഇടാനുള്ള അത് സ്ത്രീകൾക്ക് ഇപ്പോഴും കുറവ് പോലെ ആർക്കും അത്രയും ഒരു പെർഫോമൻസ് സാധ്യത ഉള്ളത് ഒരു എണ്ണത്തിൽ കുറവ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ചിലപ്പം എല്ലാ വർഷവും 1-2 സിനിമയിലൊക്കെ ചിലപ്പോൾ രസമുള്ളത് തോന്നാറുണ്ട്. എന്നാലും പക്ഷെ എന്നാൽ ചെയ്യാൻ പറ്റുന്ന കുറേ നടിമാരുള്ള പോലെ തോന്നാറുണ്ട്. ഇപ്പം ഗ്രേസ് ആൻ്റണി ഒക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് ചിലപ്പോൾ പെർഫോം ചെയ്യാം. പല പ്രായത്തിലുള്ള നടിമാരും ഇപ്പോഴും രസമുള്ളവരെ കാണാറുണ്ട് അങ്ങനെ. പക്ഷെ എഴുതപ്പെടുന്നില്ല തോന്നാറുണ്ട്. അത് ഈ സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ കുറവാണെന്നൊരു ഡിസ്കഷൻ ആവാൻ കാരണം ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻസ് മാറി, അല്ലെങ്കിൽ അവരെ കാണുന്നതും അല്ലെങ്കിൽ അവർ അനലൈസ് ചെയ്യുന്നതും മാറിയത് കൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പം സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ സ്ത്രീകൾ സിനിമകളിൽ ഉണ്ടാവണം, കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ. സ്ട്രോങ് എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. സ്ട്രോങ് ഒന്നും സ്ത്രീ കഥാപാത്രങ്ങൾ വരണമെന്ന് ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പം കുറേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് ഇഷ്ടമല്ലാത്തിരുന്ന ഒരു സമയം, ആ സമയത്തൊക്കെ ഇതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കഥാപാത്രം ഇപ്പം ഞാൻ പറയും, മേക്കപ്പ് ചെയ്യുന്ന ആളടുത്ത് പറയും ഇത്രയും ഈ മേക്കപ്പ് വേണം, ഇപ്പം ഞാൻ ഉറങ്ങി എണീറ്റ് അങ്ങനെ പറയുമ്പോൾ അവർ പറയും നിനക്കെന്ന് പറയില്ല ഇതൊക്കെ ഇല്ലാണ്ട് ആളുകൾ സിനിമ കാണില്ല എന്ന് പറയായിരുന്നു. പക്ഷേ ഇവിടെ തന്നെയാണ് ഇപ്പോഴത്തെ കൊമേഴ്ഷ്യൽ സിനിമയൊക്കെ മേക്കപ്പൊക്കെ മാറി. മേക്കപ്പ് തന്നെ ആവശ്യമില്ലാണ്ട് ആരും ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് എത്തി. മേക്കപ്പ് ശരിക്കും ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള തന്നെ മേക്കപ്പായി മാറി. മറ്റേ എല്ലാവരും എന്താണ് ഒരുങ്ങി സുന്ദരിമാരോ അല്ലെങ്കിൽ സുന്ദരന്മാരോ ആയിട്ടിരിക്കുന്ന പോലെ മാത്രമായിരുന്നു. ഏത് കഥാപാത്രം ചെയ്താലും അങ്ങനെ ഇരിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും ആ കഥാപാത്രം ഒരുങ്ങി നടക്കുന്ന ആളാണെങ്കിൽ അത്, അല്ല ഇനി അവർ മീശ പിരിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു മീശ കൊടുക്കുക, അങ്ങനെ എന്താണോ കഥാപാത്രം അല്ലെങ്കിൽ ആ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള പോലെ മേക്കപ്പ് മാറി. ഇത് പണ്ട് പക്ഷെ അങ്ങനെ അല്ല പറഞ്ഞത്. ഇപ്പം ഇയാൾ ചോദിച്ച പോലെ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പം അത് മാറിയില്ല. അപ്പം അതുപോലെ അതൊന്നും ഞാൻ ഓഡിയൻസ് അങ്ങനെ വിചാരിക്കുന്നില്ല എന്നൊന്നും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഓഡിയൻസ് വളരെ ബുദ്ധിയും വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. രസകരമായിട്ട് എഴുതിയ അവർ കാണും ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ പറഞ്ഞ പോലത്തെ വാദങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ മലയാള സിനിമയിൽ പാട്ടും ഡാൻസും ഇല്ലെങ്കിൽ കാണില്ല, പാട്ടും ഡാൻസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കൊമേഴ്ഷ്യൽ സിനിമകൾ ഇപ്പോൾ ഹിറ്റാകുന്നുണ്ട്. പാട്ടും ഡാൻസും ഉള്ളത് ഹിറ്റാകുന്നുണ്ട്. എല്ലാം അതാണ് ഞാൻ പറഞ്ഞത്, വൈവിധ്യത ഉണ്ടായിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമയിലും സ്ത്രീ കഥാപാത്രങ്ങൾ ഭയങ്കര റെലവൻറ്റ് ആവണമെന്നോ അങ്ങനെ അല്ല. വൈവിധ്യമായ കഥകൾ 10-200 സിനിമ ഒരു വർഷം വരുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ എസ്തെറ്റിക്കലി എത്ര വൈവിധ്യം നിലനിർത്താൻ പറ്റുന്നു, കഥകളിലും നിലനിർത്താൻ പറ്റുന്നു, കഥാപാത്രം നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത് നമുക്കൊരു സംസ്കാരം എന്നുള്ള നിലയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ അത്രയും എന്നുവെച്ചാൽ നമ്മുടെ ചിന്തകൾ അത്രയും ഡൈവേഴ്സായിട്ട് വികസിക്കും. അത്രയും റേഞ്ച് നമ്മുടെ മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലോക സിനിമകളൊക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. പണ്ടേ സമയത്തിനേക്കാളും ഈസി ആയിട്ട് ആക്സസിബിൾ ആയതുകൊണ്ട് അതിൽ കൂടെ ഇതൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. മറ്റേത് സമയം പണ്ടൊരു ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ CD നമ്മൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പോൾ കുറച്ചും കൂടി OTTയും പല തരത്തിലുള്ള ആക്സസിബിലിറ്റി ഉള്ളതുകൊണ്ട് ആളുകൾ കൂടുതൽ കാണുന്നു. ഇവിടെയും അതുപോലെ വരാവുന്നതാണ്. അങ്ങനെ അല്ലാണ്ട് ഓഡിയൻസ് കാണാത്ത അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു പേടിയാണെന്ന് തോന്നുന്നു. കാരണം അതെന്ന് വെച്ചാൽ ഞാൻ പറയില്ല, ഇതുപോലെ ഒരുപാട് പൈസയുടെ ഒരു ഇതാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ആ ആദ്യത്തെ റിസ്ക് എടുക്കാൻ ഒരു പ്രൊഡ്യൂസറിന് ആർക്കായാലും പേടിയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇല്ലാത്തത് തോന്നുന്നു. അല്ലാതെ ഒരു കോമ്പറ്റേറ്റീവ് പേഴ്സൺ ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ സിനിമ എന്ന് പറഞ്ഞ മീഡിയം ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ആൻഡ് വേ യു ആർ ബ്രോട്ട് അപ്പ് ഭയങ്കര ലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു അൺകൺവെൻഷണൽ രീതിയിൽ തന്നെയാണ് കനിയുടെ ഒരു അപ്ബ്രിങ്ങിങ്. സോ ഒരു ഗോ ഗെറ്റർ എന്നുള്ള രീതിയിലാണോ അതോ എനിക്കുള്ളതല്ല എന്ന് തോന്നി അതുകൊണ്ടല്ല അങ്ങനത്തെ രീതിയിലാണോ പോകുന്നത്? എനിക്ക് പൊതുവേ ഗോ ഗെറ്റില്ല. പക്ഷെ അതൊട്ടും മോശം കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല വേറെ ആളുകൾക്കുള്ളപ്പോൾ. അതൊക്കെ വേണം ആളുകൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെച്ചാൽ എനിക്ക് ഡിസേർവിങ് ആണെന്ന് ഒരാൾക്ക് തോന്നിയിട്ട് പോകുന്നതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നവരുടെ അടുത്ത് നമുക്ക് അത് ശരിയല്ല എന്നൊന്നും അഭിപ്രായമില്ല. പക്ഷെ എനിക്കതില്ല. ഞാൻ ഇതിലല്ല, അല്ലെങ്കിലും കോമ്പറ്റീറ്റീവ് അല്ല ഒരു കാര്യത്തിലും എനിക്കില്ല. അത് ചിലപ്പോൾ നമ്മൾ വളർത്തിയ രീതി കൊണ്ടാണോ അതോ ജന്മനാ തന്നെ ചിലപ്പോൾ എനിക്ക് ജനറ്റിക്കലി ഇല്ല. എനിക്കാണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ തന്നെ ഞങ്ങളെല്ലാവരും ഇത്തവണ നീ കണക്കിന് ഫുൾ മേടിച്ചു, ഞാൻ കുറച്ച് കുറവ് മേടിക്കാം, അങ്ങനെ ഞങ്ങളൊരു സഹകരണ സംഘമായിട്ടാണ്. ചില കുട്ടികൾ അച്ഛനമാരൊക്കെ ഫസ്റ്റ് അല്ലെങ്കിലൊക്കെ വഴക്ക് പറയുമല്ലോ.
അപ്പോൾ ഞങ്ങൾ കുറച്ച് എപ്പോഴും 2-3 തെറ്റ് ചെയ്തു. അപ്പം പിന്നെ അവർക്ക് കൂടുതൽ കിട്ടിയാൽ അപ്പം പിന്നെ അങ്ങനെ അത് ആ ഒരു രീതിയിൽ ഞാൻ മാത്രമല്ല, എനിക്കും എൻ്റെ കൂട്ടുകാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഏറ്റവും അടുപ്പമുള്ള ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരുമാതിരി ഒരു കോമ്പറ്റേറ്റീവ് ഒന്നിനും കൊള്ളല്ല, ബേസിക്കലി അവിടെ എവിടെയെങ്കിലും കിടക്കും. അങ്ങനെ ഒരു മടിയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടത്, മടിയുള്ള ആളുകളുടെ ആണോ എന്ന് അറിയില്ല. അല്ല ആയിരിക്കും, എനിക്ക് അങ്ങനെ ഡൗട്ടുണ്ട്. എൻ്റെ ആത്യന്തികമായിട്ട് ഞാൻ മടിയുടെ ഒരാളാണ്. അല്ല പക്ഷെ കോമ്പറ്റീറ്റീവ് ഇല്ല അത്ര. പക്ഷെ നല്ലതാണുള്ളത് വെച്ചാൽ ഹെൽത്തി ആയിട്ട് നമുക്കപ്പം വർക്ക് പ്രാക്ടീസും റിഗറസ് പ്രാക്ടീസൊക്കെ ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടം. ഞാൻ മടി എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത അങ്ങനത്തെ മടിയൊന്നും എനിക്കില്ല. ഹാർഡ് വർക്കിങ്ങും ആണ് ഞാൻ. പക്ഷെ എനിക്ക് അതെനിക്കില്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആളുകൾക്ക് കിട്ടാത്തപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് കിട്ടാത്തപ്പോൾ മാത്രമല്ല വേറെ ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിലും എനിക്ക് സങ്കടം വരും. ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപാട് പേർക്ക് ഇല്ലല്ലോ ഇവിടെ ഇപ്പോഴും. ആ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, നമ്മുടെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നു. അതിൽ നിന്ന് നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ ഇല്ല. ആ ഒരു സ്ഥലം ആണ് കുറച്ചുകൂടെ ഐഡിയൽ. അവിടേക്ക് എത്താൻ കഴിയട്ടെ. അങ്ങനെ ഇപ്പൊ എനിക്ക് നല്ല പണ്ടൊന്നും ഞാൻ ഒട്ടും ചെയ്യില്ല. പക്ഷെ എൻ്റെ തന്നെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചില ആക്ടേഴ്സിൻ്റെ അഭിപ്രായം അങ്ങനെ നമ്മൾ ചോദിക്കരുതെന്നാണ്. അപ്പം ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. നമ്മളൊരിക്കലും അവസരം ചോദിക്കരുത്. എനിക്കൊന്ന് കേരളത്തിൻ്റെ തന്നെ ഒരു ഇതാണെന്നറിയില്ല. പക്ഷെ ബോംബെയിലും ഞാൻ വേറെ പുറത്ത് കാണുമ്പോൾ അവർ ഭയങ്കര ചോദിക്കും, യു വോണ്ട് ലൈക്ക് ഇങ്ങനെ. അപ്പം ഇങ്ങനെ ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടല്ലേ, നമുക്കങ്ങനെ നമ്മളിങ്ങനെ ചോദിക്കരുത് ഇങ്ങനെയാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ആളോട് ചോദിക്കുമ്പോൾ ആൾ പറയും, നമ്മളെപ്പോഴും യു ഷുഡ് ബി ചോദിക്കുന്നതും മിണ്ടുന്നതും നമുക്ക് താല്പര്യമുണ്ട്, ഇതൊക്കെ ആളുകൾ പറയണം. അപ്പോൾ എനിക്കത് കുറേ നാൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു തീരുമാനമെടുത്തു, ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ ഏതെങ്കിലും വർക്കുള്ളപ്പോൾ ഓഡിഷൻ വെക്കുകയാണെങ്കിൽ എന്നെ വിളിക്കണേ, അങ്ങനെ ചോദിക്കുന്നതിന് തെറ്റില്ല. അവിടെ എത്തി ഞാൻ. പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സ് കൂടുതലുണ്ട്, അയ്യോ നമ്മളങ്ങനെ ചോദിക്കാനൊന്നും പാടില്ല അങ്ങനെ വിചാരിക്കുന്നുണ്ട്. എനിക്കത് പക്ഷേ കേരളത്തിൻ്റെ ആണോന്ന് അറിയില്ല. ബോംബെയിലൊന്നും എല്ലാവരും ചോദിക്കും, എല്ലാവരുടെ അടുത്തും ചോദിക്കും, ആക്ടേഴ്സിനെ കണ്ടാൽ ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതൊക്കെ അവിടെ ഭയങ്കര കോമൺ ആണ് അങ്ങനെ ചോദിക്കുന്നതും ഒക്കെ. അതിപ്പോൾ എനിക്കൊന്ന് ന്യൂയോർക്കിലും നമ്മൾ തിയേറ്റർ ചെയ്യുന്നിടത്താണെങ്കിലും ഓരോ സിറ്റിക്കും പല സിറ്റിയിലും കോമ്പറ്റീറ്റീവാണ്, ആളുകൾ ചോദിക്കുകയും ചെയ്യും. അവർ വേറെ തന്നെ ഒരു ഇതാണ്. എനിക്കൊന്ന് ഓരോ നാട്ടിലെയും രീതി അനുസരിച്ചിരിക്കുന്നു. നമുക്കങ്ങനെ ചോദിക്കുന്നത് അവർക്കൊരു ശല്യമായോ നമ്മൾ ബാധ്യത എന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാനിപ്പോൾ ആനന്ദിനോടൊക്കെ സംസാരിച്ചിട്ടും വേറെ പല ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് തോന്നി അങ്ങനെ ബാധ്യത കൊടുക്കുന്ന പോലെയുള്ള ചോദ്യം അല്ലാണ്ട് നമുക്ക് താല്പര്യമുണ്ട് കേട്ടോ നിങ്ങളോട് വർക്ക് ചെയ്യാൻ എന്നുള്ളൊരു ആ രീതിയിൽ അത് പറയുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ ഞാനിപ്പോൾ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഇപ്പോൾ എനിക്കിഷ്ടം ഈവൻ മനു അശോകനെ ആണെങ്കിലും എനിക്ക് കാണെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പം ഞാൻ അവരുടെ ഒരു ഓഡിഷൻ കണ്ടപ്പോൾ ഞാനാണ് അങ്ങോട്ട് എഴുതുന്നത് നിങ്ങളുടെ ഏതെങ്കിലും കഥാപാത്രം. അപ്പം ഞാൻ അതുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അതേ അല്ല ഇപ്പം ചെയ്യണം. ഞാൻ മനുവിനോട് പറയാം, ഓ ഞാൻ അതുപോലെ ഏതോ കഥയാണെന്ന് പറഞ്ഞ് വന്നിട്ട് അതേ അല്ലല്ലോ. പക്ഷെ ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമുണ്ട്, ഭയങ്കര രസമുള്ളതാണ്. കഴിയാം ഇല്ലല്ലേ? ആ ഓക്കെ ഇല്ലല്ല ആയിട്ടില്ല, സമയമായിട്ടില്ല, പറഞ്ഞു. അപ്ബ്രിംഗിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഡു യു തിങ്ക് ഇങ്ങനെ ഒരു അപ്ബ്രിംഗിങ് ഉള്ളത് സഹായിച്ചോ ഇങ്ങനെ ഒരു ഫീൽഡിൽ എത്താനും ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ വളരാനും? എനിക്ക് ഈ പാഷൻ ചോദിച്ചില്ല നേരത്തെ ആക്ടേഴ്സ്. എനിക്കൊന്ന് പാഷനായിട്ട് ഇതിൽ നിൽക്കുന്ന ആളുകൾ ഒരു അപ്ബ്രിംഗിങ്ങും ഇല്ലെങ്കിൽ അവർ ഇതിനേക്കാൾ നന്നായിട്ട് അവിടെ എത്തും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പാഷനേറ്റ് ആയിട്ടുള്ള ചില ആക്ടേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് കേരളത്തിന് പുറത്തുമൊക്കെ ഉള്ളവർ, ഇപ്പോൾ കുറച്ചുകൂടെ രാധികയും ഞാനും ഒരേ സമയത്താണ് കളിച്ചുകൊടുക്കുക. രാധിക എൻ്റെ പണ്ടേ ഉള്ള ഫ്രണ്ടാണ്. അപ്പോൾ രാധികയ്ക്ക് ഒരു 5 വയസ്സ് മുതലേ അവിടെ എത്തണം, അത്രയോ. പക്ഷേ ഷീ ഹാസ് ഗോൺ ത്രൂ പല ഇഷ്ടമല്ലാത്ത സിനിമയൊക്കെ അഭിനയിച്ചിട്ടും ഒക്കെ ആണെങ്കിലും നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കാം. ആലോചിച്ചാൽ ഇതൊക്കെ കുറേ പൊട്ടയും ചെയ്തല്ലോ എന്നും തോന്നാം. അപ്പം രാധികയും ഭയങ്കര ക്രിട്ടിക്കൽ സെൽഫ് ക്രിറ്റിസിസം ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ രാധികയ്ക്ക് അത്രയും പാഷൻ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് അവിടെ എത്തി നിൽക്കണത്, അവിടേക്ക് പോയി എത്തപ്പെട്ടു എന്നുള്ളൊരിത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്ബ്രിങ്ങിങ്ങോ അതൊന്നും വേണ്ട. നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരണം. നമ്മളൊക്കെ അതിന് ഒരു വേണ്ട കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ അതെങ്ങനെയാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ എത്രത്തോളമാണ് വർക്കിന് ചെയ്യേണ്ടത്, ഏത് കാര്യങ്ങൾ കോംപ്രമൈസ് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വെയിലത്ത് നിൽക്കാൻ താല്പര്യമുണ്ടാവും. പക്ഷെ അഭിനയിക്കാൻ അത്ര ആളുകൾ വെയിലത്ത് നിർത്തിയാൽ അവർ ചെയ്യും ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ട് രാവിലെ എണീക്കണം, ഇന്ന ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് ശ്രദ്ധിക്കണം, നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും നമ്മുടെ വോയിസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ നിലനിർത്തണം. ആ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ അതൊക്കെയാണ് വേണ്ടത്. അത് എനിക്ക് തോന്നുന്നു അപ്ബ്രിങ്ങിങ് കാരണം എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അഭിനയിക്കുന്നതിനല്ല അതെന്നെ സഹായിച്ചായിട്ട് എനിക്ക് തോന്നുന്നുള്ളത്. അഭിനയം എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ് അല്ല, പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ആളുകൾ, അതൊക്കെ ഈ ഇവിടുത്തെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ വേറെ സ്ഥലത്താണെങ്കിൽ അതിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പം കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ തന്നെ നാടകം കളിക്കാൻ തന്നെ ആദ്യം പോയപ്പോൾ അവിടുത്തെ രഘുത്തമൻ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളാണ്. അദ്ദേഹം ഒരു ദിവസം നാടകം കഴിഞ്ഞിട്ട് മഴയായിരുന്നു, അപ്പോൾ എന്നെ കൊണ്ടുവിടും ഇവർ. പൊതുവെ ബൈക്കിൽ ഓരോ ചേട്ടന്മാരാണ് കൊണ്ടുവിട്ടോണ്ടിരുന്നത്. അതുപോലെ 15 വയസ്സെന്നുള്ളൂ. അപ്പം എൻ്റെ വീടിനടുത്തൊക്കെ ഉള്ള ആളുകൾ വളരെ നാട്ടിൻപുറത്താണ് ഞാൻ വളർന്നത്. അപ്പോൾ അവിടെ ഞാന്ന് വെച്ചാൽ വളരെ അച്ചടക്കമുള്ളൊരു കുട്ടിയാണ് അവരുടെ കണ്ണിൽ. അപ്പോൾ ഒരു ദിവസം മുതൽ ഓരോ ചെറുക്കന്മാർ ബൈക്കിൽ കൊണ്ടുവിടും. അപ്പോൾ ഇവരൊക്കെ ഈ നോക്കുന്നുണ്ട്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ആൻറ്റി ഇതോടുകൂടി എന്നെ വെറുത്ത് കാണും എന്നൊക്കെ ഞാൻ അന്ന് ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മഴ എന്നുള്ളതുകൊണ്ട് ഈ രഘുത്തമൻ എന്ന് പറയുന്ന അദ്ദേഹം, രഘുചേട്ടൻ കാറിൽ, ആൾക്കൊരു അംബാസിഡർ പഴയ കാറുണ്ട്, അതിൽ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടണം. അപ്പം ഒരിടത്തെത്തിയപ്പോൾ എനിക്കറിയാം വലിയ കയറ്റമാണ് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഈ കാർ ഒരു പഴയ അംബാസിഡർ കാർ, അതിങ്ങനെ വലിച്ചു കയറാം. ഞാൻ പറഞ്ഞു രഘുചേട്ടാ കുഴപ്പമില്ല, ഇവിടെ വിട്ടാൽ മതി, ഞാൻ 5 മിനിറ്റോളം അകത്തേക്ക് മുകളിലേക്ക് വഴിയിൽ കയറി നടക്കാൻ, ഇവിടെ വിട്ടാൽ മതി. അപ്പോൾ നോക്കി അവിടെ വിട്ടിട്ട് ഞാൻ നടക്കുകയാണ്, വീട്ടിലൊക്കെ നടക്കണം. അപ്പം മൈത്രേൻ്റെ ചേച്ചി അവിടെ ഇരിപ്പുണ്ട് വീട്ടിൽ. ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ അവരിട്ട് ചിരിക്കുന്നു. അപ്പോൾ ചേച്ചി എന്ത് പറ്റി? ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ആ നടക്കുന്ന സമയത്ത് തന്നെ ആരോ ഫോണിൽ ഇവരെ വിളിക്കുകയാണ്, അറിയാത്ത നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ മകളെ ആരോ കാറിൽ കൊണ്ടുവിട്ടുണ്ട്, കഴിഞ്ഞ 2 ദിവസമായിട്ട് ശരിയല്ല, അങ്ങനെ. ഞാൻ പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവില്ല, ഇതൊക്കെ ആക്ടേഴ്സ് ആകുമ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പം ഇപ്പോൾ ഒക്കെ കുഴപ്പമില്ല, ബെറ്റർ ആണെന്നു പാരൻസിനും അതൊക്കെ അറിയാം. അന്നും ഈ പറഞ്ഞ മൈത്രേശിയും ചിരിക്കാതെ കേട്ടത് നമ്മൾ എല്ലാവരും ഇതിന് ചിരിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി, ഈ അഭിനയിക്കാൻ പോണതിനെ ചുറ്റിപ്പറ്റിയിട്ട് കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ മൈത്രേനെ ശേഷി എൻ്റെ അത്രയും പോലും അല്ല, അതൊക്കെ അവർ പറഞ്ഞു നിനക്ക് എന്താ അങ്ങനെ ആണ്. അപ്പോൾ അതെനിക്ക് സപ്പോർട്ടാണ്. കാരണം നമ്മൾ അച്ഛനും അമ്മയ്ക്ക് അത് കാരണം വിഷമം ഉണ്ടാകുന്ന വെച്ചോ. ഇനിയിപ്പോൾ സപ്പോർട്ടാണെങ്കിലും ഒരാൾക്ക് വിഷമം വരാമല്ലോ. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് വിഷമം വരികയാണെങ്കിൽ നമ്മളപ്പോൾ നമുക്കും ഇത് ബാധിക്കാമല്ലോ. അവർ വളരെ ചില്ലായിട്ടുള്ള മനുഷ്യരായതുകൊണ്ട് തന്നെ എനിക്കൊട്ടും ഞാൻ അവരെ കെയർ ചെയ്ത് പോയി നിൽക്കേണ്ടി വരത്തില്ല അവരുടെ ഒരു കാര്യത്തിനും. അത്രയും ധാരണയും ക്ലാരിറ്റിയും ഉണ്ട് അവർക്ക്. അതെന്നെ സഹായിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ആളുകൾ എവിടെ കൂടെ എന്തെന്ന് പറഞ്ഞാലും ദേ ഡോണ്ട് കെയർ. അതുണ്ട്. അല്ലാതെ അഭിനയം എന്നുള്ള ക്രാഫ്റ്റിന് ഇങ്ങനത്തെ അപ്ബ്രിങ്ങിയോ പെട്ടെന്നൊരു ബന്ധമുണ്ടോ എനിക്ക് തോന്നില്ല. അത് നിങ്ങൾക്ക് അഭിനയം പാഷനുണ്ടോ, അത് പഠിക്കാൻ താല്പര്യമുണ്ടോ, അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ശബ്ദവും അതിനുവേണ്ടി നിങ്ങൾ പാകപ്പെടുത്തിയിരിക്കും, നിങ്ങൾ ചെയ്തിരിക്കും. അതും ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷെ അതൊരു ചുറ്റിപ്പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ ഈ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടുള്ളതിന് എൻ്റെ അച്ഛനമ്മയായിരുന്നു എനിക്ക് നന്നായിട്ടുണ്ട്.